ഹായ് നമസ്തേ കഫ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറെ വെയിറ്റ് ചെയ്തിരുന്ന ദൃശ്യത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ വാഴത്തോപ്പിൽ നിന്നാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. കണ്ടു നോക്കാം. ഓക്കെ. ശരി. ദൃശ്യം 1. സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021 ദൃശ്യം 2. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെ 26. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൃശ്യം 3. The past never dies. Produced by Anthony Perumbu. Directed by Jithu Joseph. The past never stays silent. ഭൂതകാലം ഒരിക്കലും നിശബ്ദരായി ഇരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ ആരൊക്കെ ഉണ്ട്? അതന്നെ എനിക്ക് തോന്നുന്നു. ഇതുപോലെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചില്ലേ, പുള്ളി അവസാനം മറ്റേ ആസിഡ് ഒഴിച്ചത് വേറെ ആരോ കണ്ടു കാണും എന്ന് തോന്നുന്നു. മിക്കവാറും അതായിരിക്കും. അതുപോലെ എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഇത് വരുമ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ കള്ളം മറയ്ക്കാനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ ഒരു ടെൻഷനും ഇതിപ്പോ മനസ്സിലായി. ഇപ്പം മടുത്ത് കാണും അല്ലേ, എത്ര നാളുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത്. അത് പുള്ളി തന്നെ പറഞ്ഞു ഇതിനകത്ത് കുറച്ചുകൂടെ ഇമോഷൻ ഇതായിരിക്കും പറഞ്ഞു. ഫാമിലി കുറച്ചുകൂടെ എല്ലാവർക്കും ഉള്ള ഇമോഷൻ ഇതിനകത്ത് പറയും. ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡിലുള്ള ഇമോഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകും. പിന്നെ കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. ദൃശ്യം 1 പറ്റിയും 2 പറ്റിയും പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞ പള്ളി മറ്റേ പാറാപ്പള്ളിയാണെന്ന് തോന്നുന്നു. അതുപോലെ തോന്നി ദൃശ്യം 1 കാണിക്കുന്ന അതുപോലത്തെ ഒരു അവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ദൃശ്യമാണ്, അപ്പോൾ ക്ലൈമാക്സ് ആണ് എല്ലാവരും അല്ലേ. ഇനി എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, എടുക്കൂല. അതുകൊണ്ട് എന്തായാലും പിന്നെ ദൃശ്യം 4 ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. 21-ാം തീയതി അറിയാം. എന്തായാലും എന്താണ് ഒരു വലിയ ഒരു സീരീസിന്റെ തുടക്കമാവട്ടെ, അത് അത്രേ പറയാവുള്ളൂ. അപ്പം എന്നാലേ മൊത്തത്തിൽ ഒറ്റ വാക്കി പറഞ്ഞ എങ്ങനെ ഉണ്ട്? എടാ ഒന്നും കണ്ടില്ലല്ലോ നമ്മള്, ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ മാത്രമേ കണ്ടുള്ളൂ. ഇത് മാത്രം കണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ജിത്തു ജോസഫിൽ വിശ്വാസമുണ്ട്, അത്രയായിരുന്നു. അപ്പൊ അത്രേ പറയാവുള്ളൂ. ജിത്തു ജോസഫിൽ വിശ്വാസമുണ്ട്. 1ഉം 2ഉം പോലെ 3ഉം ഒരു വലിയ വമ്പൻ വിജയമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ട്രെയിലറൊക്കെ വഴിയെ വരും, അതിൻ്റെ റിയാക്ഷനായിട്ടൊക്കെ നമ്മൾ ഉടനെ വരും. അപ്പോൾ പുതിയൊരു സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് കൊണ്ടുവരും. ആൻഡ് ദെൻ ലൈൻ കട്ട്.